ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങൾക്കുള്ള അമ്മമാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല കേട്ടോ, അവരുടെ ഡ്രസ്സുകളാണ്. അലമാരിയിലെ ഈ ഡ്രോയറിലാണ് കുഞ്ഞുവാവയുടെ ഡ്രസ്സുകൾ വെച്ചിരിക്കുന്നത്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഫേവറേറ്റ് ഗിഫ്റ്റാണ് ഈ അലമാരി എന്ന് പറയുന്നത്. എനിക്കെന്നല്ല, എല്ലാവർക്കും അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഗിഫ്റ്റായിട്ട് തരുന്ന ഒന്നാണിത്. അപ്പം ഇത് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് പണിതത് കേട്ടോ. രണ്ട് പണിക്കാർ നിന്നിട്ട് കുറച്ച് ദിവസം എടുത്തു അത് പണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ പപ്പയുടെ ഗിഫ്റ്റാണിത്. സോ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ പെട്ടെന്ന് എവിടെയെല്ലാം പോകാനായിട്ട് ഡ്രസ്സ് എടുക്കുമ്പോഴേ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒറ്റ വലിയ, പിന്നെ അതേപോലെ അങ്ങ് എടുത്തങ്ങ് വെക്കും. അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആളിതെല്ലാം വലിച്ചു വാരി ഇടുന്നുണ്ട്, ഉടുപ്പുകളെല്ലാം കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ഓണത്തിനല്ലേ അവള് ഫസ്റ്റ് കാണിച്ചെന്ന് അമ്മ, അതൊന്ന് കാണിച്ചേ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് അത് എന്തിനാ, ഓണത്തിനോ അല്ല ക്രിസ്മസിനോ? ലാസ്റ്റ് ക്രിസ്മസിന് പോയപ്പോ വീട്ടിൽ നിന്ന് പപ്പ എടുത്താണ്. എന്തിനായിരുന്നു? വെറുതെ കല്യാണത്തിന് ഇടാൻ വേണ്ടിട്ട് എടുത്തതാ. ഇതൊക്കെ പിറന്നാളിന് കിട്ടിയതാണ്. ഇത് സാലിയാൻ്റെ ആണ് ഉടുപ്പാ. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉടുപ്പ്. പിറന്നാളിന് കിട്ടിയതാ. ഇത് റോസാജി നാത്തു വന്നപ്പോ കൊണ്ടുവന്നതാണ്. പിറന്നാളിന് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് വന്നപ്പോ കൊണ്ടുവന്നതാണ്. ഇതും മാമൂദിശയ്ക്ക് പിറന്നാളിന് കിട്ടിയതല്ലേ? ഇത് പിറന്നാളിന് കിട്ടിയതാ. ഇതൊന്നും ഇല്ല, ഒരു പ്രാവശ്യം പോയിട്ട് തിരിച്ചമ്മേ ഒന്ന് ഇരിക്കണം. ഓക്കെ, അതിന്റെ ഫ്രണ്ട്. ഓക്കെ, ഇത് വത്സാന്റി കൊണ്ടുവന്നല്ലേ? ഇത് വത്സാന്റി തന്നല്ലേ? ആണോ? ഇതെന്തായാലും മാമൂദിസയ്ക്ക് കിട്ടി കൊടുപ്പാ. നല്ല പാരറ്റീന് നല്ല. ഇത് തിരിച്ചേ നല്ല രസം. ഇത് വെച്ചിട്ട് ഇവക്ക് പിറന്നാളിൽ കുറേ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഉടുപ്പ് വെച്ചിട്ട്. ഇതിനൊരു റായും ഒക്കെ ഉണ്ടായിരുന്നു. ഇല്ല, ഇത് നമ്മള് ഇവിടുന്ന് മേടിച്ച അനിച്ചേച്ചിയുടെ കൊച്ചിനെ ഇതിന് ഫസ്റ്റ് ക്രൈന്നാന്ന് തോന്നുന്നു മേടിച്ചാണ് നമ്മള്. കാണിച്ചപ്പോലെ അയ്യോ ഉടുപ്പൊക്കെ. ഇത് കുഞ്ഞിനെ മാമൂദിസയ്ക്ക് കിട്ടിയതല്ലേ? മാമൂദിസയ്ക്ക് കിട്ടിയതാ. ഇതൊക്കെ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. കാരണം ഇതൊക്കെ ഇടുമ്പോ കുറച്ച് ചൂടെടുക്കുവേ. ഇത് കണ്ടോ, ചൂടെടുക്കുന്നത് കൊണ്ട് നമ്മള് നോർമൽ ഡ്രസ്സ് ഇടിപ്പിച്ചാ പോകുന്നത്. ഇത് നമ്മള് മോളൂന്റെ കല്യാണത്തിന് ഇട്ടു. അത് നല്ല രസമായിരുന്നു. അറിയത്തില്ല, അതാരും എന്താണെന്നറിയില്ല. ഇനി ഇതേ നമ്മുടെ പിറന്നാളിന്റെ ഡ്രസ്സ്, അതവളുടെ സാരി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഇവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇരിപ്പിച്ച ഞങ്ങൾ എന്നെ മേടിച്ചതാ. ഇടപ്പറമ്പിൽ പോയിട്ട്, ഇടപ്പറമ്പിൽ നിന്നല്ല മേടിച്ചത്, പാല ഇടപ്പറമ്പിൽ നിന്ന് മേടിച്ചതാ. നല്ല, ഇതിങ്ങനെ കാണുന്ന പോലെയല്ല, നല്ലൊരു പ്രത്യേക വൈറ്റ് ആണ്, ഒരു ഷൈനിങ്ങും ഉണ്ട്, നല്ല രസം അത്. പിന്നെ ഫംഗ്ഷനൊന്നും വന്നില്ല ഇടിപ്പിക്കാനായിട്ട്. നല്ല രസം, നല്ല ഉടുപ്പ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉടുപ്പ്. ഇനി അടുത്ത സെക്ഷൻ എടുത്തോണ്ട് വരാം. ഈ ക്രിസ്മസിന് എടുത്ത ഞങ്ങള് ഇത് ഓൺലൈനായിട്ട് ആദ്യം കയ്യിൽ നിന്ന് വരുത്തിയതല്ലേ? ഓൺലൈനായിട്ട് ചെയ്യുന്ന ആദ്യം കസേരയിലേക്ക് വെച്ചാൽ മതി. തിരിച്ച് കാണിക്കേ. ഇത് പൂവൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, നല്ല രസമായിരുന്നു. കോട്ടൻ്റെ ആയതുകൊണ്ട് ഇവക്ക് എപ്പോഴും കംഫർട്ടഡ്. പൂവൊക്കെ ആള് പറിച്ചു കളഞ്ഞു. അത് പാവാടയും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. കളറൊക്കെ റേർ കളറാ, കണ്ടോ? കുഞ്ഞു പാവാട, നല്ല ക്യൂട്ടാ ഇതൊക്കെ അവളിടുമ്പോൾ.
ഇതും മാമൂദിസായിക്ക് കിട്ടിയതാണേ. ആ ആ ആ ഇതും കോട്ടൺ, നല്ല കോട്ടൺ. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇടിപ്പിച്ചുകൊണ്ട് പോകും. ഇത് രണ്ടും വേണ്ട. ഇതിൻ്റെ ഇത് ഓക്കെ. ഈ പാൻറ്റും ഈ ബനിയനും കൂടെ വേളാങ്കണ്ണി പോയിട്ട് വന്നപ്പോൾ ചേട്ടൻ വാങ്ങിയിരുന്നു. ക്യാപ്പൊക്കെ ഉണ്ട്. നമ്മൾ എവിടെയെങ്കിലും തണുപ്പുള്ള സമയത്ത് എവിടെയും ട്രിപ്പ് പോകാൻ വിടാന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കണതാണ്. പക്ഷേ എവിടെ പോകാനാ, ക്യാപ്പൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരാൾ ഇവിടെ ഇരുന്നിട്ട് എല്ലാം വലിച്ചു വാരി ഇരുന്നുണ്ട് കേട്ടോ. ആ ഈ ഉടുപ്പൊന്നും ഇപ്പം ഇനി പാകാവൂല, ചെറുതായിപ്പോയി. എല്ലാം റെയർ കളേഴ്സാണ്. ഞങ്ങള് ഇതിട്ടിട്ടാണ് ഇവൾക്ക് 2 മാസം ഉണ്ടായിരുന്നപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ വാഗമണ്ണ് പോയത് ഈ ഉടുപ്പ് പിടിപ്പിച്ച്. അമ്മയുടെ ആങ്ങളയുടെ മകളെ കൊണ്ട് തന്നാണ് സുമി ചേച്ചി. നല്ല രസമാണ്. എല്ലാ ഉടുപ്പിന്റെ കളറാണ് എനിക്കിഷ്ടം. നല്ല റെയർ കളേഴ്സാണ്. സെയിം ആയിട്ട് ഒന്നുമില്ലല്ലോ, എല്ലാം വേറെ 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 കളേഴ്സാണ്. നിക്കറും ബനിയനും. ഇത് പോപ്പീസിന്ന് ആരോ എടുത്തതാ ഞങ്ങൾക്ക്. പോപ്പീസിന്റെ കവറായിരുന്നു. ഇത് സുദീപ് ഏട്ടൻ തന്നത്. ഇത് 4 ഉടുപ്പുണ്ടായിരുന്നു, അതിലൊരു ഉടുപ്പായത്. അതിന്റെ ഒരു ഇതെടുത്തു. പോപ്പീസ്. ഇത് 3 ബനിയനും 3 നിക്കറും ഉണ്ടായിരുന്നു. എവിടെയും പോകാനൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് എല്ലാം വെറുതെ ഇരിക്കാം. അതിൻ്റെ ഒരു പാൻ്റ് ഉണ്ട്, ജീൻസ്. അതന്നെ. ഇത് പെരുന്നാളിന് എന്തോ കിട്ടിയതാ ഞങ്ങളുടെ. ആണോ? ഞങ്ങൾ ആദ്യത്തെ ജീൻസാണ് ഇത്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒരു പ്രാവശ്യം ഇടിപ്പിച്ചല്ലേ. ഈ ജീൻസ് കുറച്ച് ടൈറ്റായി. ഞങ്ങൾ ഇടിപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങൾ വലുതാണെന്ന് വിചാരിച്ചിട്ട് ഇടിപ്പിക്കാതെ വെച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കുറച്ച് ഇപ്പോൾ ടൈറ്റായിന്ന് തോന്നുന്നു അല്ലേ, വയറ് കുറച്ച് ടൈറ്റായി. നല്ല ഭംഗിയുണ്ട്. വാങ്ങിച്ചത് അത്. നല്ല രസമായി ഉടുപ്പ് അല്ലേ, നല്ല ഭംഗിയായി ഉടുപ്പ്. നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇട്ട്, നല്ല സ്റ്റാൻഡേർഡായിട്ട് തോന്നും. ഓൺലൈനായിട്ട് വാങ്ങിച്ചാണോ ചേട്ടാ? ആണോ? ഇതൊക്കെ ഇപ്പം ചെറുതായിട്ടുണ്ട്. ഇവള് കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ഇടിപ്പിച്ചിരുന്നു. ചെറുതായിട്ടുണ്ടാവും. ഷർട്ട് മാത്രമേ ഉള്ളൂ അത്. കുട്ടിയുടെ അപ്പൻ കുട്ടിക്ക് വാങ്ങിക്കൊണ്ട് വന്ന ആൺകുട്ടികളുടെ ഒരു ഷർട്ട് നമുക്ക് വേളാങ്കണ്ണി പോയപ്പോ. ഇതും വേളാങ്കണ്ണി പ്രൊഡക്റ്റ് തന്നെ. ആ പച്ച പാൻറ് എൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ പെയറാ. അതിൻ്റെ അകത്തൊരു ബനിയൻ ഉണ്ട്, നല്ല രസമാണ്. ഇത് ഇട്ടൊരു ഫോട്ടോയും കൂടി ഉണ്ടായിരുന്നു അന്ന് പെരുന്നാളിന് ഫ്ലെക്സ് വെച്ചപ്പോൾ. ഈ ഉടുപ്പിട്ടൊരു ഫോട്ടോ വെച്ചിരുന്നു. അകത്തൊരു ബനിയന്, വൈറ്റ് ബനിയനും കൂടെ ഉണ്ട്, നല്ല രസമാണ്. എനിക്കിതിൽ നിന്ന് ക്ലിപ്പിങ് ആഡ് ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെ അറിയായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ ഫോട്ടോ. ഈ ബനിയനൊരു നിക്കറും കൂടെ ഉണ്ട്. ഇത് വേളാങ്കണ്ണി പോയിട്ട് വന്നപ്പോഴാണ് വാങ്ങിച്ചത്. അതായത് 2 മാസമായിട്ടുണ്ടാവുമോ അമ്മ? ഇല്ല. അതായത് കുഞ്ഞത്, ഇവളെക്കാളും ചെറുതാ. ചേട്ടൻ വാങ്ങിയിട്ട് വന്നതാ. അതിൻ്റെ അകത്തുണ്ടാവും. അത് തന്നെ ഇല്ല. ഇത് അത് മേള പാൻറ്. ഇത് ആദ്യത്തെ കുഞ്ഞിൻ്റെ ഓണത്തിന്
അമ്മ മേടിച്ചു കൊടുത്ത ഓണക്കോടി, വലിയ മേടിച്ചു കൊടുത്ത ഓണക്കോടി അടിപൊളിയായിരുന്നു. ഇവള് നല്ല രസമായിരുന്നു. നല്ല രസം, നല്ല ഭംഗിയായിരുന്നു ഇതിട്ടിട്ട്. ഞങ്ങള് ബ്ലാക്ക് കളറേ ചൂസ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലല്ലായിരുന്നു, പക്ഷെ ഇതിട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ടിഷ്യൂ മെറ്റിയിട്ടില്ല. ഇതിനൊരു പാൻറ്റും കൂടെ ഉണ്ട്, പാൻറ്റ് മേളിലാണ് ഒരു ഉടുപ്പ്. ഇത് EDP ഷർട്ടിലാണ് ഇതുവരെ. ആ നിക്കറ് എല്ലാം ഇത് വലുതാന്ന് തോന്നുന്നു കുറച്ച്. ഇത് ചേട്ടന് ഓൺലൈനായിട്ട് വാങ്ങിച്ചല്ലേ? അതിൻ്റെ ഒരു അവിടെ ഉണ്ടാവും. ഓക്കെ നിങ്ങളെടുത്താ? അതെ, ആദ്യം വത്സാൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ബനിയൻ നല്ല രസമുണ്ട്. കുറച്ചും കൂടെ വലുതാന്ന് എനിക്ക് തോന്നുന്നു. നോക്ക്. പിന്നെ ഇത് പപ്പായ എടുത്ത് കൊടുത്തതാ. ഓണത്തിന് ഫസ്റ്റ് ഓണത്തിന് ഇത് പപ്പയുടെ വക. അമ്മ ഇത് ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഓണത്തിന് വീട്ടിലായിരുന്നു ഫസ്റ്റ് ഓണം. അപ്പോൾ ഉണ്ടപ്പം ഈ ഉടുപ്പിട്ടു. അതിന് ആ കുത്തു പോലത്തെ അല്ല, വേറൊരു ബനിയനായിരുന്നു. വത്സാൻ്റെ രണ്ടും ഇത് നല്ല ഭംഗിയാണ്. പക്ഷെ ഇപ്പം ഇറക്കമൊക്കെ കുറഞ്ഞു. അതിൻ്റെ പൊക്കം വെച്ചു കുഞ്ഞിക്ക്. അതിൻ്റെ നിക്കറും ഉണ്ടമ്മേ. ഇത് ഈ ഇടയായിട്ട് എടുത്തിട്ട് അവളെ ഇടിയിപ്പിക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ ഡ്രസ്സുകളൊക്കെ ചവിട്ടി നിൽക്കുന്ന കണ്ട ദൈവമേ. നല്ല ഗ്ലേസിങ്, നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ. അതിൻ്റെ നിക്കർ ആ ഗ്രേ കളറ് അല്ല, അതന്നെ. ഇതിൻ്റെ നിക്കറ് ഇത് നല്ല രസം. അവൾ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് പെനി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞാൽ. ഇതൊരു കോട്ടൺ ഉടുപ്പം ഞങ്ങൾ ഇതുവരെ വീട്ടിൽ നേട്ടിക്കിടാമെന്നൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നു. കുറച്ച് മേളിലുണ്ട്. ഇനി മേളത്തെ പിന്നെ കാണിക്കാം. അമ്മയുടെ പുറകിൽ ഇനിയുണ്ടോ? അമ്മയുടെ പുറകിലുണ്ട്. ജോബിൻ ചേട്ടൻ പച്ചയുടുപ്പ് വലിച്ചേച്ച് തന്നോന്ന്. അതാ പറഞ്ഞ ആ ഒരു പച്ചയുടുപ്പ്. ഇവൾക്ക് 6 മാസമായപ്പോൾ ഞങ്ങൾ കേക്ക് മുറിച്ചായിരുന്നു, ഹാഫ് ബർത്ത്ഡേയുടെ. അപ്പം ഗിഫ്റ്റായിട്ട് ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ തന്നത്, ജോമോൻ ചേട്ടൻ തന്നത്. അപ്പോൾ ഈ ഉടുപ്പ് ഇടിയിപ്പിച്ചിട്ടാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത്. ഇതെനിക്ക് ആഡ് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് എനിക്ക് ഫോട്ടോ വയ്ക്കാനും പറ്റില്ല. ശരി, ബാക്കിയൊക്കെ ഡ്രസ്സൊക്കെ മേളിലുള്ളത് അത് പിന്നെ ഒരു ദിവസം കാണിക്കാം. ഓക്കെ, ബൈ ബൈ. ദൈവമേ, ഇതൊക്കെ ഞാൻ അടുക്കി പെറുക്കി വയ്ക്കണം.